ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ സാമൂഹ്യശാസ്ത്രം, അതായത് SS-ൻ്റെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. പിന്നെ ഈ ഒരു ചോദ്യ പേപ്പറിൽ 8 പ്രവർത്തനമാണുള്ളത്. അതിലേതെങ്കിലും 6 എഴുതിയാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 6 പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ് ആക്ടിവിറ്റി 1. മലിനീകരണത്തിൻ്റെ തോത് അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഇവിടുത്തെ ആദ്യത്തെ പ്രവർത്തനമാണ് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിനിടയാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എയും ഡിയുമാണ്. അതായത് ഇവിടുത്തെ 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി ബി ചോദ്യമാണ്, അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ട്. ഇവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എഴുതാനാണ്. 4ൽ കുറയാതെ വേണം. 4ൽ കുറയാത്ത നിർദ്ദേശങ്ങൾ എഴുതണം. അപ്പോൾ ഇവിടെ ബി ചോദ്യം നോക്കിയേ. ഒന്നാമത്തത് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കൽ, അതേപോലെ വൈദ്യുത ഉപയോഗം നിയന്ത്രിക്കൽ, മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കൽ, പിന്നെ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ അനുയോജ്യമായിട്ടുള്ള 4 ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് 4 മാർക്ക്, ഒന്നാമത്തതിന് 1 മാർക്ക്. അങ്ങനെ ഈ ഒരു ആക്ടിവിറ്റിക്ക് ടോട്ടൽ 5 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുത്തെ 2ാമത്തെ പ്രവർത്തനമാണ് എ ചോദ്യം. ഇന്ത്യയിലെ വ്യത്യസ്ത വിളകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. അവയുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. അനുയോജ്യമായിട്ടുള്ളത് ക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുള്ളത്. ചോളം, പരുത്തി, സൂര്യകാന്തി, ചണം, ഗോതമ്പ്, സോയാബീൻ. അപ്പോൾ ഇത്രയും വിളകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നാണ്യവിളകൾ ഏതൊക്കെയാണ്, ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണ്, എണ്ണക്കുരുക്കൾ ഏതൊക്കെയാണെന്ന് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കിക്കേ. മുകളിൽ എ വരുന്നത് നാണ്യവിളയിൽ വരുന്നതാണ് ചണം, പരുത്തി. പിന്നെ ഭക്ഷ്യവിളയിൽ വരുന്നതാണ് ചോളം, ഗോതമ്പ്. പിന്നെ എണ്ണക്കുരുക്കളിൽ വരുന്നതാണ് സൂര്യകാന്തി, സോയാബീനൊക്കെ അല്ലേ. അപ്പോൾ ഇതാണ് മാർക്ക്. അപ്പോൾ ഇതിന് എത്ര മാർക്കാണെന്ന് വെച്ചാൽ 3 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, ഓരോ വിളയും കൃഷി ചെയ്യുന്നതിന് നിശ്ചിത കാലങ്ങളുണ്ട്. സെയ്ദ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എ നെല്ല്, പരുത്തി, ചണം, തൂവര, ബജ്റ എന്നിവയാണ് പ്രധാന കൃഷികൾ. ബി തണ്ണിമത്തൻ, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. സി ഒക്ടോബർ, മാർച്ച് മാസങ്ങളിലാണ് കൃഷിയുടെ കാലയളവ്. ഡി റാബി വിളവെടുപ്പിന് ശേഷമാണ് കൃഷി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആൻസർ എന്താണ്? തണ്ണിമത്തൻ, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ എന്നിവയാണ് പ്രധാന കൃഷിയുള്ളതും. പിന്നെ റാബി വിളവെടുപ്പിന് ശേഷമാണ് കൃഷി ആരംഭിക്കുന്നത്. ഇത് രണ്ടുമാണ് സെയ്ദ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി നിങ്ങൾക്ക് ബിയും ഡിയും എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 2 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന്. അപ്പോൾ അതും എഴുതിയത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. എ ചോദ്യമാണ്, തന്നിരിക്കുന്ന പ്രത്യേകതകൾ വായിച്ച് അന്തരീക്ഷ പാളി ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ബോക്സിൽ എന്താണ് കൊടുത്തത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നു. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അപ്പോൾ ഇത് ഏത് പാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഏതാണ്? എ ട്രോപ്പോസ്ഫിയർ ആണോ, ബി സ്ട്രാറ്റോസ്ഫിയർ ആണോ, സി മീസോസ്ഫിയർ ആണോ, ഡി തെർമോസ്ഫിയർ ആണോ? അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മുകളിൽ തന്നിട്ടുള്ള ഉത്തരസൂചിക ഏതാണ്? മീസോസ്ഫിയർ ആണ്. അതായത് സി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഇതിന് 1 മാർക്കാണ്. ഇനി ബി ചോദ്യമാണ്, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്ന മാർഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഏതെല്ലാമാണ്? ബി നോക്കിക്കേ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ, ഏതാണ് 2ാമത്തെ പോയിന്റ്.
പിന്നെ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. മൂന്നാമത്തെ പോയിന്റ് കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ. അപ്പോൾ ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ ഉത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിന്നാണ് പൊടിപടലങ്ങൾ നമ്മളുടെ അന്തരീക്ഷത്തിലെത്തുന്നത്. ഇനി സി ചോദ്യമാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അത് നൈട്രജനാണ്. അതെല്ലാവർക്കും എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? നൈട്രജൻ എന്ന് ആൻസർ ശരിയല്ലേ? ഇനി 4ാമത്തെ ആക്ടിവിറ്റിയാണ്. ഇവിടുത്തെ എ ചോദ്യമാണ്, വ്യത്യസ്ത കൃഷി രീതികളുമായി ബന്ധപ്പെട്ട് അനുശേഖരിച്ച വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ വാണിജ്യ വിള കൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കാനാണ്. എ, ഉയർന്ന മൂലധന നിക്ഷേപം. ബി, വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം. സി, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഡി, ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? 1 എയും ബിയും ആണോ? പിന്നെ 2 ബിയും ഡിയും ആണോ? 3 എയും ഡിയും ആണോ? ഈ 4 ബിയും സിയുമാണോ? അപ്പോൾ ഇവിടുത്തെ ഉത്തരമാണ് ഏറ്റവും മുകളിൽ കൊടുത്തത്. ഉത്തര സൂചിക എന്ന് പറഞ്ഞതിൽ 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതായത് എയും ഡിയും, ഉയർന്ന മൂലധന നിക്ഷേപവും. ഡി, ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, സമ്മിശ്ര കൃഷി രീതി പ്രോത്സാഹനപ്പെടുത്തേണ്ടതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അതിലാവശ്യമായിട്ടുള്ള പോയിന്റുകളാണ് മുകളിൽ കൊടുത്തത്. ബി നോക്കിക്കേ, ചെലവ് താരതമ്യേന കുറവായിരിക്കും. 2ാമത്തെ പോയിന്റ്, പലതരം കൃഷികളുടെ സംയോജനമാണ്. പിന്നെന്താണ്? ഉൽപാദന ചെലവ് കുറവാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 3 ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയാൽ 3 മാർക്കാണ്. ഒരു കുറിപ്പ് പോലെ ഈ പോയിന്റൊക്കെ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് 5 മാർക്കാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 5ാമത്തെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി അല്ലേ? ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. കാറ്റിന് പിന്നെ അഭിമുഖമായിട്ടുള്ള പ്രദേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ചിത്രമൊക്കെ അവിടെ തന്നിട്ടുള്ളത്. ഇനി ഈ ചോദ്യമാണ്, ചിത്രം നിരീക്ഷിച്ച് മഴനീയൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരം എഴുതേണ്ടത് ഇതാണ്. മുകളിൽ നോക്കിക്കേ, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു. എന്നാൽ ആ പർവ്വതങ്ങളുടെ മറുഭാഗത്ത് മഴയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇങ്ങനെയാണ് മഴനീയൽ പ്രദേശങ്ങൾ രൂപപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ 2 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്, ഭൂപ്രകൃതിയും കാലാവസ്ഥയിലും അനുഭവപ്പെടുന്ന പ്രാദേശിക വ്യത്യാസങ്ങൾ ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട പോയിൻ്റാണ് ബിയിൽ അവിടെ കൊടുത്തത്. കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒരു പ്രദേശത്തെ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ആഘോഷങ്ങളെയും ആഹാര രീതിയെയും സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ധാരണ രീതിയെ സ്വാധീനിക്കും. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ കുറിപ്പിലുണ്ടെങ്കിൽ 3 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി, അടുത്ത പ്രവർത്തനം 6ആണ്. അധികാര വികേന്ദ്രീകരണം, ഒരു വിജയഗാഥ കൊളാഷ് നിരീക്ഷിക്കുക. അപ്പോൾ ഇവിടുത്തെ കൊളാഷാണ്. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പാലം പണി വേഗം പൂർത്തിയാക്കി. കർഷക കൂട്ടായ്മ ഉണർന്നു. കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തേക്ക്. ജനങ്ങൾ മുൻകൈയെടുത്തു. പാതയോരങ്ങളിൽ തണൽ വിരിഞ്ഞു. അപ്പോൾ ഇതാണ് 3 കൊളാഷുകൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് നേരിട്ട് ഭരണപ്രക്രിയയിൽ ഇടപെടാവുന്ന സംവിധാനം ഏതാണ്? ഓപ്ഷൻ എ ഗ്രാമസഭയാണോ? ബി നിയമസഭയാണോ? സി ലോക്സഭയാണോ? ഡി രാജ്യസഭയാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എ ഗ്രാമസഭയാണ്. അതിന് 1 മാർക്ക്. ഇനി ബി ചോദ്യമാണ്, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എഴുതാനാണ്. ഓക്കെ, സവിശേഷതകൾ എഴുതാനാണ്. 4 മാർക്കാണ്. നോക്കിക്കേ പോയിന്റ്. ഒന്നാമത്തത് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. പിന്നെ 2ാമത്തെ പോയിന്റ്, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. 3ാമത്തത്, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. പിന്നെ 4ാമത്തെ പോയിൻ്റാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്.
ഇനി അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം 7. നമ്മുടെ ഭരണഘടന ജാതി, മതം, വംശം, ലിംഗഭേദം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്നു. ചോദ്യമാണ്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ അരികുവൽക്കരണപ്പെടാനുള്ള കാരണങ്ങൾ എഴുതുക. ഉത്തരമാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കിക്കേ. എ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സമൂഹ വ്യവസ്ഥ, പരിസ്ഥിതി, രാഷ്ട്രീയ, സാമ്പത്തിക ഘടകങ്ങൾ. അപ്പം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 2 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ബി ചോദ്യമാണ്. എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സാമൂഹ്യ ഘടകങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ആ ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ. മൂന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കൽ. 4ാമത്തെ പോയിന്റ് തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്. ഇനി ലാസ്റ്റ് പ്രവർത്തനമാണ് പ്രവർത്തനം 8. ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയവ. നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖയിൽ ഈ സംസ്ഥാനങ്ങൾ ഷെയ്ഡ് ചെയ്ത് പേരുകൾ രേഖപ്പെടുത്താനാണ്. അപ്പോൾ അത് നിങ്ങൾ സ്വയം രേഖപ്പെടുത്തുക. ഒരു മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതിൽ കർണാടക, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ടഫായിരുന്നോ, സിമ്പിളായിരുന്നോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്